ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ കംപ്ലയിൻറ്റ് കുറച്ചകം പോളോ ഉണ്ട്, ടി ഡി ഐ 3 സിലിണ്ടർ വരുന്നത്. നമ്മുടെ കസ്റ്റമറെ കംപ്ലയിൻറ്റ് എന്താ വെച്ചാൽ ഓടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2 ലിറ്ററിൻ്റെ അടുത്തൊക്കെ കൂളൻ്റെ കുറവ് വരുന്നുണ്ട്. അതാണ് കസ്റ്റമറെ കംപ്ലയിൻറ്റ്. ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് തന്നെ വാട്ടർ പമ്പിലേക്ക് കൂടെ ലീക്കായതാണ്. അതുകൊണ്ട് ഈ ഭാഗത്ത് കൂടെ കൂളൻ്റ് ലീക്കായി പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ആ കൂളൻ്റെ ലെവൽ ഇങ്ങനെ കുറഞ്ഞു വരുന്നത്. തുരുമ്പായിട്ട് അത് കൂടെ ലീക്കായി പോയതാണ്. അപ്പോൾ ഇനി വാട്ടർ പമ്പ് മാറണമെന്നുണ്ടെങ്കിൽ ടൈമിങ്ങും കാര്യങ്ങളും കഴിച്ച് റെഡിയാക്കണം. അപ്പോൾ വാട്ടർ പമ്പ് പുതിയ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ടൈമിംഗ് ബെൽറ്റും കാര്യങ്ങളും കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വാട്ടർ പമ്പ് മാറാൻ പറ്റുള്ളൂ. വാട്ടർ പമ്പ് മാറി. പിന്നെ പറയാൻ പറ്റുന്നത് അതൊന്നല്ല, നമ്മളെ കംപ്ലയിൻറ്റ് നമുക്കിട്ട് വേറെ കംപ്ലയിൻറ്റ് ഉണ്ട് ഇതിനകത്ത്. ആ കംപ്ലയിൻറ്റ് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ക്യാമ് ലോക്ക് ചെയ്യണം, പമ്പ് ലോക്ക് ചെയ്യണം, ക്രാങ്ക് ലോക്ക് ചെയ്യണം, എന്നാലേ നമുക്കിത് അഴിച്ചെടുക്കാൻ പറ്റുള്ളൂ. അല്ലേ, എൻ്റെ ക്യാമ് ലോക്ക് ചെയ്തിട്ടുണ്ട്. പമ്പിൻ്റെ പുള്ളി അഴിച്ച് വെച്ചിട്ടുണ്ടോ, ഇതാണ് അതിൻ്റെ പമ്പിൻ്റെ പുള്ളി. അപ്പോൾ ഈ പുള്ളി ലോക്ക് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്, ഗാഡിയുണ്ട്, അത് പൊട്ടിപ്പോയി. ആദ്യം പൊട്ടി കിടക്കുകയാണ്. അപ്പോൾ അത് പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബെൽറ്റ് ഇടാൻ പറ്റില്ല. ബെൽറ്റ് ഇടുന്ന സമയത്ത് നേരെ ഓപ്പോസിറ്റ് കറങ്ങി നിൽക്കണം. ലോക്കായിരിക്കുന്നില്ല, ഇതേപോലെ ലോക്കായിരിക്കുന്നില്ല. അപ്പോൾ ആ ഗാഡി ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് ഈ സാധനം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോക്കായിരിക്കുള്ളൂ, കറക്റ്റ് ലോക്കായിരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് ലോക്കാക്കാൻ പറ്റുന്നില്ല. ബെൽറ്റ് ഇടുന്ന സമയത്ത് നേരെ റിട്ടേൺ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ പുള്ളി മാറണം. പുള്ളി മാറിക്കഴിഞ്ഞാൽ അപ്പോൾ ഇത് ലോക്കാക്കാൻ പറ്റുള്ളൂ. എന്താണ് ഇത് ഇങ്ങനെ പമ്പിലേക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരിക്കും. അതിൻ്റെ സെൻറ്ററിലൊരു നെട്ടുണ്ടായിരിക്കും. ആ നെട്ട് അവിടെ നെട്ടുണ്ടായിരിക്കും. പിന്നെ അതിൻ്റെ മുകളിൽ ഒരു ഗിയർ ഉണ്ടായിരിക്കും, ബെൽറ്റ് ഉള്ള ഒരു ഗിയർ ഉണ്ടായിരിക്കും. അതൊക്കെ വേറെയാണ്. അതൊക്കെ അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പുള്ളി പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഇനി ഇതെങ്ങനെ അഴിക്കേണ്ട ഇതെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് സെക്കൻഡ് നമ്മൾ എടുത്താണ്. പുള്ളിയിൽ നിന്ന് വേറെ സെക്കൻഡ് വരുത്തിയാണ്ടോ. ഇനി ഈ പുള്ളി തിരിച്ച് അതിലേക്ക് കയറ്റണം. അപ്പോൾ ഇതാണ് ഈ ഗിയറാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. അതൊരു 3 ബോൾട്ടിലാവും ആ ഗിയർ വരിക കേട്ടോ. അപ്പോൾ ഇതാദ്യം അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റേ പുള്ളി പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. അത് 3 ബോൾട്ട് ഉണ്ടായിരിക്കും. 3 ബോൾട്ട് അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പുള്ളി ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പം ഈ പുള്ളി എങ്ങനെ ഊരാം? സെൻറ്ററിൽ ഇതേപോലത്തെ ഒരു ഞെട്ടുണ്ടായിരിക്കും. ഇതവിടെ ഇങ്ങനെ ഞെട്ടുണ്ടായിരിക്കും. ആ ഞെട്ട് അഴിച്ചെടുക്കുക. ആ ഞെട്ട് അഴിച്ചെടുത്തതിന് ശേഷം നേരെ വലിച്ചു കഴിഞ്ഞാൽ അത് പോരില്ല കേട്ടോ. ഇത് പോരണമെന്നുണ്ടെങ്കിൽ പുള്ളി ചെയ്തിട്ട് എടുക്കണം. പുള്ളി ചെയ്തിട്ട് എടുക്കുന്നത് പറഞ്ഞാൽ 2 12 ലെങ്ത്ത് കൂടിയ ബോൾട്ട് എടുക്കുക. ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ ലെങ്ത്ത് കൂടിയ ബോൾട്ട് എടുക്കുക. ഇതിങ്ങനെ ക്രോസിന് ഇട്ട് ടൈറ്റ് ചെയ്യുക. രണ്ടും ഒരേപോലെ ടൈറ്റ് കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് തള്ളിന് പോകുന്നു കേട്ടോ. അങ്ങനെയാണ് ഇതിൻ്റെ പുള്ളി എടുക്കേണ്ടത്. സെൻറ്ററിൽ ഞെട്ടൂര, നേരെ 2 ലെങ്ത്ത് കൂടിയ 12 ബോൾട്ട് എടുക്കുക. ജസ്റ്റ് ഒരേപോലെ ടൈറ്റ് ചെയ്യുക. ടൈറ്റ് കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് പോരും കേട്ടോ. അവിടെ ഒരു ഗാഡി ഉണ്ട് കേട്ടോ. ആ ഗാഡിയിലിട്ടിട്ടാണ് ടൈറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയാണ് ഇത് അഴിച്ചെടുക്കേണ്ടത്. മനസ്സിലായല്ലോ? സെൻറ്ററിൽ ഞെട്ടൂര, ആദ്യം ആ ഗിയർ പോലത്തിൽ പുള്ളി ഊര, ആ 3 ബോൾട്ട് ഊരിയിട്ട് അത് ഊര. പിന്നെ സെൻറ്ററിൽ ബോൾട്ട് ഊര, നെട്ടൂര, എന്നിട്ട് 12 ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്ത് വെക്കുക.